ഞാൻ ഉച്ചയ്ക്ക് അവിടെ കമ്പ് വേവിച്ച് വെച്ചിട്ടാണ് വന്നത്. വേവിച്ച് അത് വേവിച്ച് വെച്ച് കുറച്ച് ഞാൻ പാലോ എന്തെങ്കിലും ഒഴിച്ചാണ് രാത്രി കഴിക്കുന്നത്. ഹസ്ബൻഡും കഴിക്കും. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 നാളെയുടെ ഭക്ഷണം എന്ന ചെറുധാന്യങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ള ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനൊരു ചെറുധാന്യ സംരംഭകനായി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 5-6 വർഷങ്ങളായി മില്ലറ്റ്സിനെ കുറിച്ച് പഠിക്കുകയും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നതും നമ്മുടെ പൂർവികരുടെ പ്രധാന ഭക്ഷണങ്ങളായിരുന്നതുമായ ചാമ, തിന, വരക്, കുതിരവാലി, കമ്പ്, മണിച്ചോളം, കൂവരക് അല്ലെങ്കിൽ മുത്താറി, റാഗി പോലെയുള്ള ഈ അമൂല്യമായ ചെറുധാന്യങ്ങൾ ഇന്ന് അന്യം നിന്നിരിക്കുകയാണ്. അന്യം നിന്നു പോകാനുണ്ടായ കാരണങ്ങൾ നമുക്കൊക്കെ അറിയാം അല്ലേ. ഈ നൂതനമായ കാർഷിക സംസ്കാരങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടും ജനസംഖ്യ ഉയർന്നതിൻ്റെ ഭാഗമായിട്ടും ഭക്ഷ്യ ലഭ്യത കൂടുതലാക്കേണ്ടി വന്നു. അത്തരത്തിൽ പുതിയ ഒരു മേഖലയിലേക്ക് നമ്മുടെ കാർഷിക സംസ്കാരം മാറിപ്പോയതിനാലാണ് നമ്മളുടെ ചെറുധാന്യങ്ങൾ ഇന്ന് നമ്മളുടെ നാട്ടിൽ നിന്നും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ മഹത്തായ ഒരു നിർദ്ദേശത്തെയായിരുന്നു ലോക ആരോഗ്യ സംഘടന അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നാളെയുടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിൻ്റെ 2 കാര്യങ്ങൾ, ഈ പ്രഖ്യാപനത്തിൻ്റെ പിന്നിലുള്ള 2 കാര്യങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ ഒരു പഠനപ്രകാരം ലോകം 2050 എത്തുമ്പോൾ അന്നത്തെ മാനവരാശി അനുഭവിക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട ദുരന്തങ്ങളുണ്ട്. അത് നമ്മളുടെ കഴിഞ്ഞ കാലത്തെ കോവിഡിനേക്കാളും 10 മടങ്ങ് സർവ്വവ്യാപിയായിട്ട് നമ്മളെ ഇല്ലാണ്ടാക്കും. അതിലൊന്ന് ജലദൗർലഭ്യവും പോഷകാഹാരക്കുറവുമാണ്. ഇത്തരത്തിലുള്ള 2 ദുരന്തങ്ങൾ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി നിൽക്കുന്ന ഈ 2 ദുരന്തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുവാക്കാണ്, ഒരു 5-6 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുതല്ലാത്ത ഈ ചെറുധാന്യങ്ങൾ. ഇതിനെ നമ്മൾ ഒരു നൂതനമായ രീതിയിൽ അതിൻ്റെ പരമ്പരാഗതമായ രീതികൾ അല്ല ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇതിനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ തൈര് സാദമായിട്ടും സാമ്പാർ സാദമായിട്ടും രസം സാദം അല്ലെങ്കിൽ പുളിശ്ശേരി സാദം എന്ത് കറികളാണോ നമ്മളുടെ വീട്ടിൽ വെക്കുന്നത് അതിനൊപ്പം ഈ വേവിച്ച് വെക്കുന്ന ചോറ് കുറച്ചു നേരം ചേർത്ത് വെച്ച് അല്ലെങ്കിൽ കുതിർത്ത് വെച്ച് ഭക്ഷണമാക്കുക എന്നുള്ള ഒരു പ്രചരണമാണ് ഞങ്ങൾ നടത്തി വരുന്നത്. അതിലേക്ക് എൻ്റെ ഈ 5-6 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എത്തിയതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മലയാളികൾക്ക് ഈ അരിയും ഗോതമ്പുമാണ് പ്രിയം. നമ്മുടെ നാവിൽ അതിൻ്റെ രുചിയാണ്. നമുക്ക് അരുചി എന്ന് പറഞ്ഞ് ഈ ഗുണമേന്മയുള്ള ചെറുധാന്യങ്ങളെ മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ അരുചിയാണെന്ന് പറഞ്ഞ് ഈ ഗുണമുള്ള ധാന്യങ്ങളെ മാറ്റി നിർത്താതെ നമ്മളുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ കറികൾ ചേർത്ത് വെച്ച് ഈ ഭക്ഷണം നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിലേക്ക് ഉൾപ്പെടുത്തിയാൽ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഹബ്ബ് എന്നറിയപ്പെടുന്ന നമ്മളുടെ ഈ കൊച്ചു കേരളം ഒരു പക്ഷേ നാളെ ഭാവിയിലേക്ക് നല്ല ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1-2 പുതിയ ഭക്ഷണങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊത്തിമ്പീർ വാടി എന്ന് പറയും. അതായത് മല്ലിയില മുഖ്യമായിട്ട് ചേർത്ത് മഹാരാഷ്ട്രക്കാർ ചെയ്യുന്നൊരു ഭക്ഷണമാണ്. അതിനകത്തേക്ക് ഞങ്ങൾ നമ്മുടെ മില്ലറ്റുകൾ, വിവിധങ്ങളായിട്ടുള്ള മില്ലറ്റിൻ്റെ അവലുകളൊക്കെ ചേർത്തു. അതുപോലെ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പോഹ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ള വളരെ ടേസ്റ്റുള്ള പോഹ. പിന്നീട് നമ്മൾ ഈ ധാന്യങ്ങളുടെ അവലുകളെയും പൊടികളെയൊക്കെയാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഈ അവലുകൾ ചേർത്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലഡുകൾ, അതായത് ലീഫി സാലഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഫുഡ് സ്റ്റാർട്ടപ്പിനും കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗ്രീൻ ഗ്രെയിൻസ് കിച്ചൺ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബ്രാൻഡിങ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കൂടുതൽ വെജിറ്റബിൾസ് ഈ ഭക്ഷണത്തിനോടൊപ്പം ഈ വെജിറ്റബിൾസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് മില്ലറ്റ് സാലഡ്, മില്ലറ്റ് ഫ്ലേക്ക് സാലഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഞങ്ങൾ അടുത്ത് തന്നെ ഞങ്ങൾ എത്തിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്മോൾ ബട്ട് മൈറ്റി എന്നാണ് മില്ലറ്റ്സിനെ കുറിച്ച് പറഞ്ഞത്. അത് ചെറുതല്ല, ചെറുധാന്യങ്ങൾ എന്ന പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നേരമെങ്കിലും നമ്മളുടെ ഇന്നത്തെ അരിക്കും ഗോതമ്പിനും പകരമായിട്ട് ഈ ചെറുധാന്യങ്ങൾ നമ്മളുടെ ഭക്ഷ്യ അല്ലെങ്കിൽ നമ്മളുടെ തീൻമേശയിലേക്ക് എത്തട്ടെ. ലെറ്റസ് ബ്രിങ് ബാക്ക് മില്ലറ്റ്സ് ടു അവർ കിച്ചൺ ഫോർ എ ഹെൽത്തി ലൈഫ് എന്നുള്ള ഒരു സ്ലോഗനാണ് ഞാൻ നമ്മളുടെ മലയാളി സമൂഹത്തിന് മുൻപായിട്ട് വെക്കുന്നത്. ഏറെ സന്തോഷം. എൻ്റെ പേര് പ്രശാന്ത് ജഗൻ, ഞാൻ തിരുവല്ല സ്വദേശിയാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ ഗ്രീൻ ഗ്രെയിൻസ് കിച്ചൺ എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഉടമ കൂടിയിട്ടാണ്. ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഓരോ കസ്റ്റമറിൻ്റെ അടുത്തും മില്ലറ്റ്സിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ പകർന്നു നൽകുമ്പോൾ അവർക്ക് അറിയില്ല ഇതെവിടെ ശുദ്ധമായ മില്ലറ്റുകൾ എങ്ങനെ അറിയാം, ഇതല്ലെങ്കിൽ എവിടെ ലഭ്യമാകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ തപാൽ സർവീസ് മുഖേന, പോസ്റ്റൽ കൊറിയർ സർവീസ് മുഖേന വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പറിലേക്ക് നിങ്ങളുടെ ആവശ്യമുള്ള
മില്ലറ്റുകൾ അറിയിച്ചാൽ, അതുപോലെ തന്നെ ഈ മില്ലറ്റ് വാങ്ങി നമ്മളുടെ വീടുകളിൽ വെക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു 90% മലയാളികളുടെ അടുക്കളയിലെ കിച്ചൺ കബോർഡിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരു മില്ലറ്റെങ്കിലും പൊട്ടിച്ച് വെച്ച് ഉപയോഗിച്ചിട്ട് 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇതൊരു സത്യമായ കാര്യം. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ അലമാരിയിൽ ചാമയോ തിനയോ 5-6 മാസങ്ങൾക്ക് മുമ്പ് മേടിച്ച് വെച്ച ചാമയും തിനയും വരകുമൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കബോർഡിൽ വെക്കുവാനല്ല വെക്കുന്നത്, മേടിക്കുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ആളിന് മില്ലറ്റ് എന്താണെന്ന് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് എത്ര പ്രകാരം ഭക്ഷണമാക്കണമെന്ന് അറിയില്ല എങ്കിൽ, ധൈര്യമായിട്ട് എൻ്റെ നമ്പറിലേക്ക്, വാട്സപ്പിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം. കൃത്യമായ വിവരണങ്ങൾ നൽകി നിങ്ങൾക്ക് ആ മില്ലറ്റ് ഉപയോഗിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നൽകുന്നതുമാണ്. ഞാൻ ഇത്ര 3-4 വർഷമായി ജഗൻ അവിടെ വന്നില്ലേ, അപ്പോഴോട്ട് കഴിക്കുക. അപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചുകൂടെ, സെപ്പറേറ്റ് കഴിക്കും. അപ്പം എനിക്ക് കിട്ടുന്ന അനുസരിച്ച് മണിച്ചോളം ആണെങ്കിൽ മണിച്ചോളം കഴിക്കും. അത് കഴിയുമ്പം ചിലപ്പോൾ ഇന്നിപ്പം ഞാൻ ഉച്ചയ്ക്ക് അവിടെ കമ്പ് വേവിച്ച് വെച്ചിട്ടാണ് വന്നത്. അത് വേവിച്ച് വെച്ച് കുറച്ച് ഞാൻ പാലോ എന്തെങ്കിലും ഒഴിച്ചാണ് രാത്രി കഴിക്കുന്നത്. ഹസ്ബൻഡും കഴിക്കും. പിന്നെ അസിഡിറ്റിയുടെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇത് രാത്രി കഴിക്കുമ്പോൾ എനിക്ക് അസിഡിറ്റി ഇല്ല. എന്ത് വേണോ അതിൻ്റെ കൂടെ കഴിക്കാം. രാത്രി എരിവൊന്നും കഴിച്ചുകൂടെ, അസിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇപ്പം നിർത്തി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് കമ്പാണ് കഴിക്കുന്നത്. കമ്പ് കുറച്ച് കൂടുതൽ കിട്ടി, അതുകൊണ്ട് അത് കഴിക്കുന്നത്. ചോറ് കഴിച്ചുള്ള സ്റ്റാർച്ച് എല്ലാം കൂടി. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇത്രയ്ക്ക് ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മില്ലറ്റായി, രാത്രി മില്ലറ്റ് മതി, റാഗി മതി, എനിക്കിനി എന്ന് റാഗി മതി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. റാഗി കഴിക്കുമ്പോൾ മറ്റ് രാത്രി കുഴക്കട്ടയോ ദോശയോ ഗോതമ്പ് ദോശയോ കഴിക്കുമ്പോൾ വയറൊരു കല്ല് പോലെ. അപ്പോൾ ആ ഇതെല്ലാം സിറ്റുവേഷൻ മാറി. ഇപ്പം നല്ല സോഫ്റ്റ്, രാവിലെ കോൺസ്റ്റിപ്പേഷൻ ഇല്ല, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. രാത്രിയാകുമ്പം 7 മണിയാകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ വിശക്കും. അപ്പോൾ രാവിലെ നമ്മളങ്ങ് കഴിച്ച് ജോലി എന്ന് ചെയ്ത് തുടങ്ങും. രാവിലെ പുട്ട് ഞാൻ കഴിക്കും, പുട്ട്, മില്ലറ്റിൻ്റെ പുട്ട്. പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കുകയും അങ്ങനെയാ പറയുന്നത്. ആ എംപ്റ്റി സ്റ്റൊമക്കിലാണ് ശരിക്കും നമ്മൾ മില്ലറ്റ് കഴിക്കേണ്ടത്. എല്ലാം നല്ല രാവിലെ. അപ്പം വിശക്കണവർക്ക് അസുഖം ഇല്ലെന്നല്ലേ പറയുന്നത്. അതെ അതെ അതെ. എൻ്റെ ഹസ്ബൻഡ് കൂടുതലും കഴിക്കാൻ തുടങ്ങിയ സ്ട്രോക്ക് വന്നിട്ടാണ്. വന്ന ശേഷം രാത്രി ഭക്ഷണം കുറച്ചല്ലേ എടുക്കാവൂ. അങ്ങനെ ഞങ്ങൾ മില്ലറ്റായി ഭക്ഷണം ദരിദ്രനെ പോലെ കഴിക്കണം. പക്ഷെ പിന്നെ ഒരു ജഗൻ പറഞ്ഞാണ് എനിക്കറിയാമെന്നുള്ളത്, എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള കഴിച്ചുകൂടാ. പക്ഷെ ഇപ്പം എല്ലാവരും ഇവിടെ എല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. അത് എനിക്കൊരു ഡൗട്ടാണ്, എന്താ ഒരുമിച്ച് കഴിച്ചാൽ. ഒരുമിച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ സെപ്പറേറ്റാണ് വാങ്ങിക്കുമ്പോൾ ആ കവർ തീരുന്നേരം അത് കഴിക്കും. അത് അടുത്ത കവർ തീരുന്നേരം അത് കഴിക്കും. കിട്ടുന്ന അനുസരിച്ച് ഞാൻ അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. അന്ന് ജഗൻ്റെ ഒരു 8-10 കവർ വാങ്ങിച്ചു. അത് വാങ്ങിച്ച് കൊണ്ട് അത് തീരുന്നേരം അന്നാണ് ഞാൻ തുടങ്ങിയത്, കഴിക്കാൻ തുടങ്ങി. വളരെ സന്തോഷമുണ്ട് മേഡം. അതായത് ഇത്രയും വലിയ ജീവിതശൈലി രോഗങ്ങൾ, എൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും മാഡത്തിനെ പരിചയപ്പെട്ടെങ്കിലും തുടക്കം. ഓക്കെ, ഇപ്പോഴും മാഡം അത് മില്ലറ്റ് ഉപയോഗിക്കുന്നു എന്നറിയുന്നതിൽ ഒരു മില്ലറ്റ് പ്രചാരകൻ എന്ന നിലയിൽ ഭയങ്കര ചാരിതാർത്ഥ്യമാണ്. കാരണം നമ്മളുടെ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് ഒരു വലിയ റിസൾട്ടാണ് മാഡത്തെ പോലെ. അങ്ങനെ കുറേ ആൾക്കാർ വരുമ്പോഴാണ് അട്ടപ്പാടിയിലുള്ളവർ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, അവർക്ക് അതുകൊണ്ടാണ് ആരോഗ്യം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കും പൊതുവെ പറഞ്ഞാൽ ഇത്തിരി ആരോഗ്യമൊക്കെ കുറച്ച് ഉണ്ടെന്നാണ് എൻ്റെ. 64 വയസ്സായി. കണ്ടില്ലേ, ഞാൻ ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2023 തോന്നുന്നു, പാപ്പനംകോട് നെസ്റ്റിലെ ഒരു മില്ലറ്റ് മേളയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് അവർക്ക് വേണ്ട അറിവുകൾ, എന്നിൽ അറിയുന്ന അറിവുകൾ പകർന്നു നൽകി അന്ന് തൊട്ട് മില്ലറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇപ്പം ഒരു മലയാളി നമ്മളുടെ മുന്നിലൂടെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് നമ്മളിത് കണ്ടത്. ഇതാണ് നമ്മുടെ മലയാളിക്ക് ആവശ്യം. നാം തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മളുടെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യമെന്ന് നാം തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെയാണ്. നമ്മളുടെയൊക്കെ പ്രവർത്തനത്തിന് സന്തോഷം നൽകുന്നത് ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കാണുമ്പോഴാണ്. മില്ലറ്റിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ കൂടി വരികയാണ്. നമ്മൾ അന്തർമുഖരായിട്ട് ഇരുന്ന് മരുന്നുകൾ മാത്രം കഴിച്ച്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇന്നത്തെ റിഫൈൻഡ് അരി, ഇതുപോലത്തെ ഇന്നത്തെ റിഫൈൻഡ് ഗോതമ്പ്, മൈദ, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മളെ രോഗികളാക്കുന്നതെന്ന് അറിയാമെങ്കിലും നമ്മളുടെ വീട്ടിലെ കുടുംബത്തിലെ ഭക്ഷ്യമന്ത്രിയാണ് നമ്മളുടെ അമ്മ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ സഹോദരങ്ങൾ. അല്ലെ, അവരാണ് ചിന്തിക്കേണ്ടത് ഈ കിട്ടുന്ന മില്ലറ്റുകളെ എത്രത്തോളം രുചിപ്രദമാക്കി നമ്മളുടെ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്ക് എത്തിക്കുന്നതിലൂടെ അവരുടെ ഒരു നേരത്തെ മരുന്നിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്.
ഒരു ദിവസം അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ എപ്പോഴെങ്കിലും ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു സന്തോഷം അല്ലേ, ഇന്ന മില്ലറ്റ് കഴിച്ചത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഇൻസുലിൻ എടുക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വന്നു എന്നുള്ളത് ഒരുപക്ഷെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കാം. അപ്പം നമ്മളുടെ തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ കോർഡിനേഷൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. കാരണം കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ് ലോകം മൊത്തവും ഇന്ന് മില്ലറ്റ് മാമാങ്കമായിട്ട് കൊണ്ട് നടക്കുന്നത്.